സ്വർണം സ്വർണം എവിടെയും ഇപ്പോ ഇതാണല്ലോ സംസാരം. പക്ഷേ ഈ സ്വർണത്തിന്റെ തിളക്കത്തില് നമ്മളിൽ പലരും കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ തൊട്ടടുത്ത് നിഴലിൽ ഒതുങ്ങി നിൽക്കുന്ന, എന്നാൽ ഒരുപക്ഷെ സ്വർണത്തേക്കാൾ വലിയ അവസരങ്ങൾ ഒളിപ്പിച്ചുവെച്ചൊരു ലോഹം. അതെ, ഞാൻ വെള്ളിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്വർണത്തേക്കാൾ വില കുറഞ്ഞ വെള്ളി അടുത്ത വലിയൊരു സംഭവമാകുമോ? വാ, നമുക്കൊന്ന് നോക്കാം. ഡുക്കാസ്കോപ്പി ബാങ്ക് പറഞ്ഞിരിക്കുന്നത് കേട്ടില്ലേ? സംഭവം സിമ്പിളാണ്. സ്വർണം എന്ന് പറയുന്നത് ഒരു സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ പോലെയാണ്. നമ്മുടെ സമ്പത്ത് അവിടെ ഭദ്രമായിരിക്കും. എന്നാൽ വെള്ളി അങ്ങനെയല്ല. അതൊരു സാഹസിക യാത്ര പോലെയാണ്. ചിലപ്പോൾ കയറ്റവും ഇറക്കവുമൊക്കെ ഉണ്ടാവും, പക്ഷെ അവസാനം കാത്തിരിക്കുന്നത് ഒരുപക്ഷെ വലിയൊരു നിധിയായിരിക്കും. ആ ഒരു വളർച്ചയുടെ സാധ്യതയാണ് വെള്ളിയെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോ ശരിക്കും ആലോചിക്കേണ്ട ചോദ്യം ഇതാണ്: ആ വളർച്ചയുടെ കഥ ഇപ്പോൾ തുടങ്ങുന്നതേ ഉള്ളൂ എന്നാണെങ്കിലോ? വെള്ളിയുടെ യഥാർത്ഥ കളി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണോ? ഇതിന്റെയൊക്കെ ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ വിശകലനത്തിലൂടെ കണ്ടെത്താൻ പോകുന്നത്. വെള്ളിയുടെ കളി ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ രണ്ട് മുഖങ്ങൾ കാണണം. ഒരേ സമയം രണ്ട് റോളിൽ തിളങ്ങുന്ന ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ. ഒരു വശത്ത് അതൊരു നിക്ഷേപമാണ്, നമ്മുടെ പണത്തിന് ഒരു സുരക്ഷ. മറുവശത്ത് അത് ഇൻഡസ്ട്രിയുടെ നട്ടെല്ലാണ്. ഈ ഒരു ഡബിൾ റോളാണ് നിങ്ങൾക്കറിയാമോ വെള്ളിയെ സ്വർണത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി വ്യത്യസ്തമാക്കുന്നത്. വ്യത്യാസം വളരെ വ്യക്തമാണല്ലേ? സ്വർണത്തിന്റെ വിലയെ പ്രധാനമായും സ്വാധീനിക്കുന്നത് നമ്മളെപ്പോലുള്ള നിക്ഷേപകരാണ്. പക്ഷെ വെള്ളിയുടെ കാര്യം അങ്ങനെയല്ല. അതിന് രണ്ട് ഡിമാൻഡ് എഞ്ചിനുകളുണ്ട്. ഒന്ന് നിക്ഷേപകർ, പിന്നെ അതിലും വലുത് ലോകത്തെ മൊത്തം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇൻഡസ്ട്രികൾ. അതാണ് വെള്ളിയുടെ പവർ. ഇതൊന്ന് നോക്കിക്കേ. ഈ രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. വെള്ളിയുടെ ആകെ ഡിമാൻഡിന്റെ പകുതിയിൽ കൂടുതൽ, അതായത് 55% വരുന്നത് ഇൻഡസ്ട്രിയിൽ നിന്നാണ്. ഇനി സ്വർണത്തിന്റെ കാര്യം നോക്കിയാലോ? വെറും 6%. ബാക്കിയെല്ലാം ജ്വല്ലറിയും ഇൻവെസ്റ്റ്മെന്റുമാണ്. ഈ ഒരു വലിയ വ്യത്യാസത്തിലാണ് വെള്ളിയുടെ യഥാർത്ഥ ശക്തി ഒളിഞ്ഞിരിക്കുന്നത്. അതായത് കണക്കുകൾ വളരെ ക്ലിയറാണ്. ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളിയിൽ പകുതിയിലധികവും ഇൻഡസ്ട്രികളിൽ അങ്ങ് ഉപയോഗിച്ച് തീരെയാണ്. അതായത് അത് തിരിച്ചു മാർക്കറ്റിലേക്ക് വരുന്നില്ല. അപ്പൊ എന്താ അതിന്റെ ഗുണം? നിക്ഷേപകരുടെ താൽപ്പര്യം കൂടിയാലും കുറഞ്ഞാലും വെള്ളിക്ക് എപ്പോഴും ഒരു ബേസ് ഡിമാൻഡ് അവിടെ ഉണ്ടാവും. ഇതൊരു വലിയ സേഫ്റ്റി നെറ്റാണ്, സ്വർണത്തിനില്ലാത്തൊന്ന്. ശരി, അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: ഇൻഡസ്ട്രി ഇത്രയധികം ഉപയോഗിക്കുന്നതുകൊണ്ട് വെള്ളിക്ക് വില കുറഞ്ഞു പോവാണോ? അതിനുള്ളൊരു സൂചന തരുന്ന വലിയ വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ എപ്പോഴും കണ്ണുവെക്കുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ഗോൾഡ് ടു സിൽവർ റേഷ്യോ. ഈ റേഷ്യോ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഒരു ത്രാസ് പോലെ സങ്കല്പിച്ചാൽ മതി. ത്രാസിന്റെ ഒരു തട്ടില് നമ്മൾ 1 ഔൺസ് സ്വർണം വെച്ചു. ഇനി മറ്റേ തട്ടില് എത്ര ഔൺസ് വെള്ളി വെക്കുമ്പോഴാണ് ഈ ത്രാസ് നേരെയാകുന്നത്? ആ സംഖ്യയാണ് ഈ റേഷ്യോ. അപ്പോ ഈ സംഖ്യ വലുതാകുന്തോറും അതിന്റെ അർത്ഥം എന്താ? സ്വർണവുമായി താരതമ്യം ചെയ്യുമ്പോൾ വെള്ളിക്ക് വില കുറവാണെന്നാണ്. ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിലെ നടുക്ക് കാണുന്ന ലൈനില്ലേ, അതാണ് കാലാകാലങ്ങളായുള്ള ഇതിന്റെ ശരാശരി നിലവാരം. പക്ഷെ ഇപ്പോൾ റേഷ്യോ എവിടെയാണെന്ന് നോക്കിക്കേ, എത്രയോ മുകളിലാണ്. കുറേ കാലമായിട്ട് ഈ അവസ്ഥയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്: ചരിത്രം വെച്ച് നോക്കുമ്പോൾ വെള്ളി അതിന്റെ യഥാർത്ഥ വിലയേക്കാൾ വളരെ താഴെയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇന്നത്തെ കാര്യമെടുത്താൽ 1 ഔൺസ് സ്വർണം വാങ്ങണമെങ്കിൽ നമുക്ക് ഏകദേശം 90 ഔൺസ് വെള്ളി കൊടുക്കണം. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ഇപ്പോഴത്തെ റേഷ്യോ 90. പക്ഷേ ഇതിന്റെ ചരിത്രപരമായ ശരാശരി വെറും 65ആണ്. ഈ 90ഉം 65ഉം തമ്മിലുള്ള വലിയൊരു ഗ്യാപ്പ് കണ്ടില്ലേ? ഇതിനെയാണ് പല നിക്ഷേപകരും ഒരു സുവർണ അവസരമായി കാണുന്നത്. അപ്പോ എന്താണിതിന്റെ അർത്ഥം? ചരിത്രം എപ്പോഴും ഒരു ആവറേജ് ലെവലിലേക്ക് തിരികെ വരാൻ ശ്രമിക്കും. അപ്പൊ ഈ 90 എന്നുള്ളത് 65ലേക്ക് തിരിച്ചുവരാൻ സാധ്യതയുണ്ട്. അതിന് 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ സ്വർണത്തിന്റെ വില ഇടിയണം, അല്ലെങ്കിൽ വെള്ളിയുടെ വില റോക്കറ്റ് പോലെ കുതിക്കണം. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സാധ്യത വെള്ളിയുടെ വില കൂടാനാണ്. ശരി, ഈ വിലയുടെയും റേഷ്യോയുടെയും കാര്യമൊക്കെ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. കാരണം വെള്ളിയുടെ യഥാർത്ഥ ഗ്രോത്ത് സ്റ്റോറി കിടക്കുന്നത് വേറൊരിടത്താണ്, അതിന്റെ വ്യാവസായിക ഉപയോഗത്തിൽ. നമ്മളെ സ്വപ്നം കാണുന്ന നാളത്തെ ലോകം, ആ ലോകം ഉണ്ടാക്കാൻ പോകുന്ന ടെക്നോളജികളുടെയെല്ലാം ജീവനാഡിയാണ് വെള്ളി. സോളാർ പാനലുകൾ, ഇലക്ട്രിക് കാറുകൾ, 5G, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? നമ്മുടെ ഭാവിയാണല്ലേ? ഈ ഭാവിയുടെയൊക്കെ ഹൃദയത്തില് വെള്ളിയുണ്ട്. കാരണം എന്താണെന്നോ? വൈദ്യുതി കടത്തിവിടാൻ വെള്ളി കഴിഞ്ഞിട്ടേ വേറെ ഏതൊരു ലോഹവുമുള്ളൂ. അതുകൊണ്ട് ഓരോ സോളാർ പാനലിലും ഓരോ ഇലക്ട്രിക് കാറിലും വെള്ളി വേണം. അപ്പോൾ ഈ ഓരോ മേഖലയും വളരുമ്പോൾ എന്താ സംഭവിക്കുക? വെള്ളിയുടെ ഡിമാൻഡ് ആകാശത്തേക്ക് കുതിക്കും.
ഈ ഗ്രാഫിലെ വളർച്ചയുടെ ആ കുതിപ്പ് കണ്ടോ? ഇത് സോളാർ, ഇലക്ട്രിക് വാഹനങ്ങൾ, ഈ 2 മേഖലകളിൽ മാത്രം പ്രതീക്ഷിക്കുന്ന വളർച്ചയാണ്. ഇതൊരു ഊഹക്കണക്കല്ല. ലോകം ഗ്രീൻ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഡിമാൻഡും ഒരു യാഥാർത്ഥ്യമാണ്. അതൊഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഇതേ ചോദ്യമുണ്ടാകും. അപ്പൊ ഞാൻ എന്തു ചെയ്യണം? ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ വെള്ളിയെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഇവിടെ SPR റിസർച്ചിന്റെ ഒരു താരതമ്യമുണ്ട്. ഇത് കാര്യങ്ങൾ വളരെ സിമ്പിളാക്കും. നിങ്ങളുടെ ലക്ഷ്യം സമ്പത്ത് സംരക്ഷിക്കുക, പണപ്പെരുപ്പത്തെ തോൽപ്പിക്കുക എന്നൊക്കെയാണെങ്കിൽ സ്വർണം ബെസ്റ്റാണ്, ഒരു സംശയവുമില്ല. പക്ഷേ സംരക്ഷണത്തോടൊപ്പം നല്ലൊരു വളർച്ച കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടേബിൾ പറയുന്നത് വെള്ളി ഒരു കിടിലൻ ഓപ്ഷനാണെന്നാണ്. വെള്ളിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് വഴികളുണ്ട്. പണ്ടത്തെ പോലെ കട്ടികളായോ കോയിനുകളായോ വാങ്ങി സൂക്ഷിക്കാം. അതല്ല, അതൊക്കെ സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടോർത്ത് പേടിയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു ഷെയർ വാങ്ങുന്ന ലാഘവത്തോടെ സിൽവർ ETFകൾ വാങ്ങാം, അല്ലെങ്കിൽ കമോഡിറ്റി ഫണ്ടുകളിലും ചേരാം. ഒരുപാട് റിസ്ക് എടുക്കാൻ താൽപ്പര്യമില്ലാത്ത ഒരു സാധാരണ നിക്ഷേപകര് അവരുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ചെറിയ ഭാഗം, അതായത് ഒരു 3 മുതൽ 5% വരെ വെള്ളിയിലേക്ക് മാറ്റുന്നത് നല്ലൊരു ഐഡിയ ആണെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോക്ക് ഒരു ബാലൻസ് തരും, ഒപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ആ വലിയ വളർച്ചയിലൊരു പങ്കാളിയാകാനും പറ്റും. അപ്പൊ നമുക്ക് തിരിച്ച് ആ പഴയ ചോദ്യത്തിലേക്ക് വരാം. സ്വർണം സമ്പത്ത് സംരക്ഷിക്കുന്നതിന്റെ കഥയാണെങ്കിൽ വെള്ളി സമ്പത്ത് സൃഷ്ടിക്കുന്നതിന്റെ കഥയായി മാറുമോ? തീർച്ചയായും, തീരുമാനം നിങ്ങളുടേതാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്. ഒരു വശത്ത് ടെക്നോളജിയുടെ കുതിപ്പ്, മറുവശത്ത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിലക്കുറവുകളിലൊന്ന്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു കാര്യത്തിലേക്കാണ്: വെള്ളിയുടെ സമയം വരാനിരിക്കുന്നു. ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുമോ?